നമ്മുടെ ഈ സംഗീത ത്രിമൂർത്തികൾ ട്രിനിറ്റി ഇവർക്ക് മുമ്പ് ഒരു 150-200 വർഷമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രീ ട്രിനിറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ട്രിനിറ്റി ആയിട്ട് നമ്മൾ അതിനെ തിയറിയിലും നമ്മൾ വായിക്കാറുണ്ട്. അങ്ങനെ അതിൽ എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ടുള്ള ഒരു റെഗുലേറ്റഡ് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് വേ ഓഫ് രാഗം ആൻഡ് താളം, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല ഡിവോഷണൽ ആയിട്ടുള്ള ഭക്തിരസമുള്ള ഒരു സംഗീതവും സാഹിത്യവും, ആ രീതിയിൽ അതിനെ നല്ല രീതിയിൽ ഫോർമാറ്റ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് ഓഫ് എന്താ പറയണ്ടേ രാഗം താളം ആസ് വെൽ ആസ് ഭക്തി ആൻഡ് ഫിലോസഫി. അങ്ങനെ ചെയ്തു കൊണ്ടുവന്നത് ത്യാഗരാജ സ്വാമികളെ പ്രധാനമായിട്ടും തീർച്ചയായിട്ടും മുത്തുസ്വാമി ദീക്ഷിതർ. പിന്നെ അവരുടേത് മ്യൂസിക് കണ്ടന്റ് കൂടുതലാന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മ്യൂസിക് കണ്ടന്റ് ഉണ്ട്. ബട്ട് ത്യാഗരാജ സ്വാമി ഈസ് എ മോർ വേഴ്സറ്റൈൽ കമ്പോസ്. ഇപ്പോൾ ത്യാഗരാജ സ്വാമിയുടെ കൃതികൾ ദിവ്യനാമ കീർത്തനങ്ങൾ എന്ന് പറയും. അപ്പോൾ അതിൽ ഒരു പല്ലവി ഉണ്ടാവും, ചരണങ്ങളൊക്കെ ഒരേ ട്യൂണായിരിക്കും. എല്ലാവരും നമ്മൾ നാമാവലിയൊക്കെ പാടുന്നില്ല, അതുപോലെ എല്ലാവർക്കും ചേർന്ന് പാടാവുന്ന കൃതികളുണ്ട്. അതേസമയം വളരെയധികം പാണ്ഡിത്യം എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കൃതികളുണ്ട്. ഇപ്പോൾ വരലീലഗാനലോല സുരപാല സുഗുണജാല ഭരിത നീലഗല ഹൃദാലയ ശ്രുതിമൂല സുകരുണാലവാല പാലയ ശുമ, ഇതൊക്കെ റൈംസ് പോലെ എല്ലാവർക്കും പാടാവുന്നതാണ്. അതേസമയം ദശരഥി തോടി രാഗത്തിലുള്ള കൃതിയാണ്. ഇങ്ങനത്തെ മെജസ്റ്റിക് കോമ്പോസിഷൻസും ഉണ്ട്, ചെറിയ ചെറിയ കോമ്പോസിഷൻ, സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും, അതായത് ഭക്തിരസം ഭക്തിഭാവത്തോടു കൂടി ഭഗവാനെ പുകഴ്ത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളതും ഉണ്ട്. സംഗീതത്തിൽ പാണ്ഡിത്യം അല്ലെങ്കിൽ മ്യൂസിക് ലെസൻസ് എന്നുള്ള രീതിയിൽ എടുത്താലും അതും ഉണ്ട്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന കമ്പോസേഴ്സ് മെയിൻലി ഭക്തി ഓറിയന്റഡ് ആയിരുന്നു. ഇതും ഭക്തി ഓറിയന്റഡ് ആണ്. പക്ഷെ രാഗതാളങ്ങൾക്ക് ഇത്രയും നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു രീതി, ഫോർമാറ്റിംഗ്, ഞാൻ ചില സ്ഥലത്ത് വായിച്ചിട്ടുള്ളത് കൃതി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ്, അതായത് പല്ലവി അനുപല്ലവി ചരണം എന്നുള്ളൊരു ഫോർമാറ്റ് കൊണ്ടുവന്നത് ത്യാഗരാജ സ്വാമിയാണ് എന്നുള്ള രീതി. അതുപോലെ സംഗതികൾ പാടുന്ന രീതി, ഒരു സംഗതി പിന്നെ അതിൻ്റെ അടുത്ത സംഗതി നമ്മൾ പാടുക. അപ്പോൾ അത് രാഗം വൈസ് ആണെങ്കിലും ഭാവം വൈസ് ആണെങ്കിലും നമ്മൾ അതിനെ എലിവേറ്റ് ചെയ്ത്, ഇപ്പം മോഹന ഫസ്റ്റ് സംഗതി മോഹന രാമ, അടുത്ത സംഗതി മോഹന രാമ മോഹന. അപ്പോൾ ഇത് രാഗം വൈസ് നോക്കുകയാണെങ്കിലും ആദ്യം ഒരു മധ്യസ്ഥായി വരെ കവർ ചെയ്തു, പിന്നെ ഒരു ഓക്ടേവ്, ഫുൾ ഓക്ടേവ് കവർ ചെയ്തു. അപ്പോൾ രാഗപരമായിട്ട് നോക്കുകയാണെങ്കിലും മോഹന രാഗത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, രാഗം എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതും അതിൻ്റെ അകത്തുണ്ട്. മോഹന രാമ മുഖജിത സോമ എന്നാണ് സാഹിത്യം. അപ്പം മോഹിപ്പിക്കുന്ന രൂപമുള്ള ശ്രീരാമനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ സംഗതികൾ പാടുന്തോറും നമ്മൾ ശ്രീരാമനെ നേരിൽ കാണുന്ന പോലെ ഒരു ഫീലിംഗും അതിൻ്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് തന്നെ ഉയർന്നു പോകുന്ന. അതെ, അപ്പൊ ആ ഒരു രീതി കൊണ്ടുവന്നത് ത്യാഗരാജ സ്വാമിയാണെന്ന് വായിച്ചിട്ടുണ്ട്. സംഗതികൾ കൊണ്ട് അതിന് മുമ്പുള്ള അന്നമാചാര്യ പുരന്ദരദാസർ കൃതികളിൽ, അങ്ങനത്തെ കൃതികളിൽ കൂടുതലും ഡിവോഷണൽ കണ്ടന്റും സാഹിത്യം കൂടുതലാണ്. അത് ഈ പറയുന്ന പോലെ പല്ലവി കഴിഞ്ഞാൽ 2-3 ചരണങ്ങൾ ഉണ്ടാവുക, ഈ 3 ചരണങ്ങളും ഒരേ ട്യൂണിൽ പാടുക, അങ്ങനെയുള്ള രീതിയായിരുന്നു ആ സമയം. അതുകൊണ്ടാണ് പുരന്ദരദാസ കൃതികൾ, അന്നമാചാര്യ കൃതികൾ പലരും പല ട്യൂണിൽ പാടുന്നുണ്ട്. ഒരേ കൃതി നമ്മൾ പാടി കേൾക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് ഒരേ രാഗത്തിൽ തന്നെയുള്ളത്, ഒരേ രാഗത്തിലും കൂടി ആവണമെന്നില്ല. ഒരേ കൃതി പല രാഗത്തിലും നമ്മൾ കേൾക്കാം. ഇപ്പൊ ഡിവോഷണൽ മ്യൂസിക് ചെയ്യുന്നവർ വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ പാടുക, ലൈറ്റ് മ്യൂസിക് ചെയ്യുന്നവർ വേറെ, ചിലപ്പോൾ അത് സിനിമയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ട്യൂൺ മാറ്റി വെക്കുകയൊക്കെ ചെയ്യും. കർണാട്ടിക് കോൺസേർട്സിൽ പാടുമ്പോൾ അതിൽ നമുക്ക് മനോധർമ്മവും കൂടി ഇന്നോവേറ്റ് ചെയ്യാൻ പാകത്തിന് അതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള എത്രയോ വിദ്വാൻമാരുണ്ട്. ഇപ്പോൾ നേദുനൂരി കൃഷ്ണമൂർത്തി സാർ എന്ന് പറയുന്ന വളരെ വലിയൊരു വിദ്വാനാണ്. അന്നമാചാര്യ കൃതികൾ പലതും അദ്ദേഹം ട്യൂൺ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ട്യൂൺ ചെയ്ത രീതിയാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് കർണാട്ടിക്കിൽ. പക്ഷേ ചില കൃതികൾ മാറ്റി വേറെ രാഗത്തിലൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ശരിക്ക് കറക്റ്റ് ഈ പറഞ്ഞ പോലെ പ്രീ ട്രിനിറ്റി ആൻഡ് പോസ്റ്റ് ട്രിനിറ്റി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു ഡിവിഷൻ തന്നെയാണ്. ശ്യാമശാസ്ത്രികളുടെയും മുത്തുസ്വാമി ദീക്ഷിതരുടെ അവരുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു ഇതിൻ്റെ? അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ത്യാഗരാജ കൃതികളും ശ്യാമശാസ്ത്രി കൃതികളും കൂടുതലും തെലുഗു ഭാഷയിലാണ്. സംസ്കൃതവും ഉണ്ട്. ത്യാഗരാജ സ്വാമികൾ എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരും ഒരേ കാലഘട്ടത്താണ് ജീവിച്ചത്. ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ്, തിരുവയ്യാർ എന്നുള്ള സ്ഥലത്ത്, തഞ്ചാവൂർ ആ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ദീക്ഷിതർ കൃതികൾ കൂടുതലും അദ്ദേഹത്തിൻ്റെ ഉപാസനയുടെ ബലവും കൂടി അതിൻ്റെ അകത്ത്
നമുക്ക് സാഹിത്യം നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇപ്പോൾ മധ്യമകാല സാഹിത്യം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മുത്തുസ്വാമി ദീക്ഷിതരാണ്. അതായത് സാഹിത്യം നമ്മളിപ്പോൾ ഒരു സ്പീഡിൽ പാടുകയാണെങ്കിൽ ആ സാഹിത്യം അതിൻ്റെ ഡബിൾ സ്പീഡിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഏത് കൃതി എടുത്താലും അതിനകത്ത് നമുക്കൊരു മധ്യമകാലം കാണാൻ സാധിക്കും. സ്വാമിനാഥ പരിപാലയ ശുമാം എടുത്താലും കാണപ്പോൾ സ്വാമിനാഥ പരിപാലയ ശുമാം സ്വാമിനാഥ ഈ സ്പീഡിലാണ് പാടുന്നത്. അതിൻ്റെ മധ്യമകാല സാഹിത്യം കാമിതാർദ്ധ വിതരണ നിപുണ ചരണ കാവ്യ നാടകാലങ്കാര ഭരണ ഭൂമി ജലഗ്നി വായു ഗഗന കിരണ ബോധരൂപ നിത്യാനന്ദകരണ. ഇത് മധ്യമകാല സാഹിത്യമാണ്. മറ്റത് സാധാരണ പോലെയുള്ള ലെജിബിളായിട്ട് കേൾക്കുക. ഇതിൽ കുറച്ച് സ്പീഡാണ് സാഹിത്യം, താളവും പ്ലേസിംഗ് ഒക്കെ മീൻസ് താളത്തിൻ്റെ മെഷറൊക്കെ അത് തന്നെയാണ്. പക്ഷേ മധ്യമകാല സാഹിത്യം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മുത്തുസ്വാമി ദീക്ഷിതരാണ്. അപ്പോൾ അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ്. അതുപോലെ ശ്യാമശാസ്ത്രികളുടെ മ്യൂസിക് പാർട്ട് ഉണ്ടല്ലോ, അദ്ദേഹം സാഹിത്യം ദേവി ഉപാസകനാണ് അദ്ദേഹം. അപ്പോൾ സ്വരജതി, അതായത് നമ്മൾ സാധാരണ സ്വരജതി എന്ന് നമ്മൾ പറയുന്നത് മ്യൂസിക്കിൻ്റെ ബേസിക് ലെസൺസിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് സ്വരജതി. പക്ഷേ ശ്യാമശാസ്ത്രികളുടെ സ്വരജതി വളരെ മെജസ്റ്റിക് ആയിട്ടുള്ള, നമ്മൾ ഒരു വളരെ വലിയൊരു മെയിൻ ആയിട്ടുള്ള ഒരു കൃതി പാടുന്ന അത്രയും മെജസ്റ്റിക് ആയിട്ടുള്ള 3 സ്വരജതികളുണ്ട് അദ്ദേഹം കമ്പോസിന്. അത് സ്വരജതി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പാടാൻ അത്രയധികം നല്ലൊരു ഒരു ആർട്ടിനെ നല്ല രീതിയിൽ മാസ്റ്റർ ചെയ്താൽ മാത്രമേ അത് പാടി ഫലിപ്പിക്കാൻ സാധിക്കുള്ളൂ. ആ രീതിയിലുള്ള സ്വരജതികളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യം കൂടാതെ മ്യൂസിക് കണ്ടന്റ് ഉണ്ടല്ലോ, അത് വളരെ കൂടുതൽ ഡെപ്ത് കൂടുതലാണ് സംഗീതത്തിന്. അപ്പോൾ രാവേ ഹിമഗിരി കുമാരി കഞ്ചി കാമാക്ഷി അംബരവേ, ഇതിങ്ങനെ പാടിയാൽ തീരില്ല എന്ന് തോന്നും നമുക്ക്. അത്രയധികം തോടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലുള്ള കോമ്പോസിഷനാണ്. അപ്പോൾ മ്യൂസിക്കിൻ്റെ ഡെപ്ത് വളരെ കൂടുതലാണ് ശ്യാമശാസ്ത്രികളുടെ കൃതിയിൽ. ദീക്ഷിതർ കൃതികളിൽ സംസ്കൃത സാഹിത്യം നോക്കിയാലും മ്യൂസിക് നോക്കിയാലും അത് വളരെ ഭയങ്കര ഒരു മാസ്റ്റർ പീസസ് ആണ്. ഇറ്റ്സ് എ കൾമിനേഷൻ ഓഫ് ഓൾ തിങ്സ്. മ്യൂസിക്, ലിറിക്സ്. അദ്ദേഹം നവഗ്രഹ കൃതികൾ, നവാവരണ കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. നവഗ്രഹ കൃതികളിലും ഇതിലൊക്കെ രാഗമുദ്ര എന്ന് പറയുന്നൊരു കോൺട്രിബ്യൂഷനും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതായത് ഗുരുഗുഹ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ഗേയകാര മുദ്ര. ആ രാഗത്തിൻ്റെ പേര് ചിലപ്പോൾ നമുക്ക് ആ ഇതിൽ കാണാൻ സാധിക്കും കോമ്പോസിഷനിൽ. അപ്പോൾ രാഗത്തിൻ്റെ പേരുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഗമുദ്രയുണ്ട്. ഇതൊക്കെ താളത്തിനും രാഗത്തിനും കറക്റ്റ് സെറ്റ് ആവുന്നുണ്ട്. ഇതൊന്നും ആലോചിച്ചിരുന്ന് എഴുതിയതല്ല. ദേ ആർ പീപ്പിൾ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളവരാണ്. അപ്പോൾ അവരുടെ കൃതികൾ എന്ത് ചെയ്താലും നമുക്ക് മാറ്റണം എന്ന് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല.